ഇതിപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര ഹുമയോൺസ് ടോംബിലേക്കാണ്. ഹുമയോൺസ് ടോംബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചരിത്രം കാര്യങ്ങളെല്ലാം ഞാൻ വഴി പറയാം, അല്ലെങ്കിൽ അതിൻ്റെ ചരിത്രം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു 10 കിലോമീറ്റർ ഉള്ളിൽ, 10 ഒരു 10-12 കിലോമീറ്റർ മുന്നോട്ട് വന്നിട്ടാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. കാരണം മറ്റേ സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര ട്രാഫിക്കും പൊല്യൂഷനും കാര്യങ്ങളും കാരണം എനിക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നേ ഇല്ലായിരുന്നു. ഇവിടെ വന്നപ്പം ഞാൻ മാപ്പ് നോക്കിയപ്പോൾ ഏകദേശം ഇനി 5 കിലോമീറ്റേഴ്സ് കൂടെ ഉള്ളൂ, അപ്രോക്സിമേറ്റ്ലി 5 കിലോമീറ്റേഴ്സ് കൂടെ ഉള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ബേസിക്കലി ഞാൻ ഇതിന് മുന്നേ പോയിട്ടുണ്ട് ഹുമയൂൺസ് ടോംബിൽ. അത് ശരിക്കും താജ്മഹലും ഒക്കെ പോയിട്ട് വന്നിട്ടാണ് ഹുമയൂൺസ് ടോംബിൽ പോയത്. അപ്പം താജ്മഹൽ പോയത് വെച്ചിട്ട് കോമൺലി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പ്ലേസ് ആണല്ലോ താജ്മഹൽ. എനിക്ക് സത്യം പറഞ്ഞാൽ താജ്മഹലിനേക്കാൾ ഇഷ്ടപ്പെട്ട പ്ലേസ് ആയിരുന്നു ഹുമയൂൺസ് ടോംബ്. അതിൻ്റെ കാര്യം നിങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാവും. അത് അടിപൊളിയാണ്, സ്ഥലം അടിപൊളിയാണ്. നിങ്ങൾക്ക് അവിടെ ചെല്ലുമ്പം ഞാൻ പറഞ്ഞാൽ അത്ര മനസ്സിലാകത്തില്ല. എനിക്ക് തോന്നുന്നു താജ്മഹലിനേക്കാൾ കൂടുതൽ വൈഡ് ഏരിയയിലാണ് ഇത് സ്പ്രെഡ് ചെയ്ത് നടക്കുന്നത്. എനിക്ക് ആദ്യം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് അതൊരു ഇൻസ്പിറേഷൻ ഓഫ് താജ്മഹൽ എന്നായിരുന്നു ആദ്യം വിചാരിച്ചിരുന്നത്. പക്ഷേങ്കിൽ അവിടെ ചെന്ന് അതിൻ്റെ ചരിത്രം കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ മനസ്സിലായി അത് താജ്മഹലിൻ്റെ ഇൻസ്പിറേഷൻ അല്ല, ബട്ട് അത് കണ്ടു കഴിഞ്ഞാൽ സെയിം ആസ് താജ്മഹലാണ്, അതുപോലെ തന്നെ ഇരിക്കും. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. ഇവിടെ നല്ല ട്രാഫിക്കാണ്, കണ്ടില്ലേ? ഇതൊന്നും അല്ല. ഇതിപ്പോൾ ട്രാഫിക്ക് കുറഞ്ഞപ്പോഴാണ് ഞാൻ ഇതിപ്പോൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് തന്നെ. ഇതിപ്പം നല്ല ട്രാഫിക്കായിരുന്നു, വന്ന വഴിയൊക്കെ ഭയങ്കര ട്രാഫിക്കായിരുന്നു. ഇടിച്ചു എന്ന രീതിയിലാണ് വണ്ടി വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ ഒരു എൻട്രൻസ് എത്തുമ്പോൾ തൊട്ട് ഞാൻ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. ഇവിടെ അത്യാവശ്യം നല്ലപോലെ തിരക്ക് കുറവുണ്ട് കാര്യം. അതാണ് ഞാൻ ഇവിടെ തൊട്ടെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ചത്. ഇനിയിപ്പോൾ 3 കിലോമീറ്റേഴ്സ് ഇവിടെ ഉള്ളൂ. നമ്മൾ ഏകദേശം അത് ആ കാണുന്നതാണ് അതിൻ്റെ ഒരു സൈഡ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അവിടെ അതിൻ്റെ ഒരു സൈഡ് നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. നമുക്ക് എന്തായാലും പോയി നോക്കാം. ഈ റൂട്ടാണ് നമ്മുടെ സുപ്രീം കോടതിയും കാര്യങ്ങളൊക്കെ വരുന്നത്. ബൈരോൺ മന്ദിർ, അങ്ങനെ കുറച്ച് ബോർഡുകൾ ഇവിടെ വെച്ചിട്ടുണ്ട് അവർ. ഇത് കണ്ടോ, ഇവിടുത്തെ ആ ഒരു തിക്കായിട്ടുള്ള ആ ഒരു ട്രീസും കാര്യങ്ങളൊക്കെ അവർ വെച്ചേക്കുന്നതാണ്. ഓക്കെ, ഇവിടുന്ന് ലെഫ്റ്റാണ് ഇന്ത്യ ഗേറ്റ് ഓഫ് മൈസൂർ. നമുക്ക് ലെഫ്റ്റാണ് പോകേണ്ടത്. ഇവിടുന്ന് റൈറ്റാണ് സുപ്രീം കോടതി. ഇതാണ് സുപ്രീം കോടതി എൻട്രി ഗേറ്റ്. അവിടേക്ക് പോകാനുള്ള എൻട്രി ഗേറ്റ് നമ്പർ 5 ആണത്. ആയിട്ട് ഈ ലൊക്കേഷൻ തന്നെ കണ്ടില്ലേ? എനിക്കറിയത്തില്ല ഇത്രയും മരങ്ങളും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ടായിട്ട്. ഒരുമാതിരി ഡെൻസ്ലി ആയിട്ടാണ് തന്നെയാണ് ഈ ട്രീസ് എല്ലാം നിൽക്കുന്നത് തന്നെ. എന്നിട്ട് ഇവിടെ ഭയങ്കര ചൂടാണ്. കാരണം പോപ്പുലേഷൻ അതുപോലൊക്കെ കൂടുതലാണ് ഇവിടെ. Population is directly proportional to pollution. ആകെ വലിയ റെസ്പെക്ട് മഞ്ഞുകളാണ് കൂടുതലും കാണാൻ സാധിക്കുന്നത്. ഹൈദരാബാദ് ലൈക്ക്. പിന്നെ ഇവിടുത്തെ വണ്ടികളുടെ എല്ലാ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ സൂക്ഷിക്കുന്ന പോലെ ഒറ്റ വണ്ടി ഇവിടെ കാണാൻ പറ്റത്തില്ല. എല്ലാ വണ്ടിയും ചളുക്കവും പോറലും അങ്ങനെ ഉള്ള വണ്ടികളായിരിക്കും. എന്നെ തന്നെ ഇപ്പോൾ 2 തവണ ഒരു ബൈക്ക് വന്നിരിക്കും, 2 തവണ വന്നിരിക്കും. അപ്പോൾ ഇവിടെ ജസ്റ്റ് വണ്ടി ഇടിക്കുക എന്നൊക്കെ പറയുന്നത് കോമൺ തിങ് ആയിട്ടാണ് ഇവർ വിചാരിച്ചിരിക്കുന്നത്. ഇവർക്ക് അതിലൊന്നും കാര്യമില്ല. വണ്ടി പൊളിച്ചു പോയാലോ എങ്ങനെ പോയാലും ഇവർക്ക് കുഴപ്പമൊന്നുമില്ല. ആരും തമ്മിൽ വഴക്കുണ്ടാക്കുക കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഭയങ്കര പീസ്ഫുൾ പീപ്പിൾസാണ്. വെറുതെ പറയുന്നതാണ് നോർത്ത് ഇന്ത്യൻസ് ഡേഞ്ചറാണ്. നാഷണൽ സുവോളജിക്കൽ പാർക്ക്. ഓക്കെ, സുവോളജിക്കൽ പാർക്കാണ് സൈഡിൽ കാണുന്നത്. നാഷണൽ സുവോളജിക്കൽ പാർക്ക്. നമുക്ക് കൊണ്ട് എന്തായാലും നേരെയാണ്. താഴെക്കൂടെ താഴെക്കൂടെ ആയിരുന്നെങ്കിൽ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ടായിരുന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് മിസ്സായി. ഇവിടെ സ്പീഡ് ലിമിറ്റിൻ്റെ വിഷയം കാര്യങ്ങളൊന്നും വരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ സ്പീഡ് വന്നത്. ആരും സ്പീഡിൽ വണ്ടി ഓടിക്കാൻ നിൽക്കരുത്. ഓക്കെ, ആ വഴി വന്നായിരുന്നൊരു ഇത് കയറിയാണ്. ഇവിടെ വഴി അറിയാമെങ്കിൽ തന്നെ മാപ്പ് വെച്ച് പോയിട്ടേ കാര്യമുള്ളൂ കാര്യം. കാരണം മിക്ക റോഡുകളും നമുക്കറിയാവുന്ന റോഡുകളാണെങ്കിൽ തന്നെ അത് ബ്ലോക്ക്ഡ് ആയിരിക്കും മിക്കവാറും റോഡ്. അപ്പോൾ ഇവിടെ വഴി അറിയാവുന്ന ഊബറുകാർ വരെ, ഊബറല്ല മീൻസ് ചെയ്ത ടാക്സിക്കാരാണെങ്കിൽ തന്നെ അവർ മാപ്പ് വെച്ചേ പോകത്തുള്ളൂ. ഇത് മേളിൽ കൂടെ പോകുന്ന മെട്രോ ആണ്. ഓക്കെ, നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റിലേക്കാണ് പറയുന്നത്. എന്താണ് ഒരു ചുമന്ന സിഗ്നൽ? ഭയങ്കര ബ്ലോക്കാണ്. ഇനി ഇവിടെ ആകെ 550 മീറ്റേഴ്സേ ഉള്ളൂ. പക്ഷേ നല്ല ബ്ലോക്കാണ്. നിങ്ങൾ കണ്ടില്ലേ? നിങ്ങളുടെ ഇടയ്ക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. എല്ലാം വണ്ടി കയറുന്നില്ല. ഭയങ്കര ബ്ലോക്കാണ്. നമ്മളേതായാലും ഇറങ്ങിയ സമയം നന്നായി. ഇറങ്ങിയ സമയത്തിൻ്റെ അല്ല, ഇവിടെ എപ്പോൾ വന്നാലും നല്ലപോലെ ബ്ലോക്കാണ്.
ഒരു സെക്യൂരിറ്റി വിസിലടിക്കുന്ന അവൻ തന്നെ വേണം. ഇവിടുത്തെ വണ്ടികൾ കംപ്ലീറ്റ് CNG ആണ്. കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ രജിസ്റ്റർ ചെയ്തേക്കുന്ന ഒരു ഔട്ട് ഓഫ് 100 ഒരു 90% CNG വെഹിക്കിൾസാണ്. അതുകൊണ്ട് ഈ ഓട്ടോ എല്ലാം CNG ആണ്. മേ ബി രണ്ടും കൂടെ ഉള്ളതും കാണും, ബട്ട് CNG ആണ് ഇവിടെ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതാണ് അവർക്ക് ലാഭം. ഡൽഹി പബ്ലിക് സ്കൂൾ. ഓക്കെ, ഡൽഹി പബ്ലിക് സ്കൂൾ എനിക്കറിയില്ല അത് ഫേമസ് ആണോ എന്നുള്ളത്. പിന്നെ നമ്മളിങ്ങനെ ഈ മാപ്പ് ഇങ്ങനെ മൊബൈൽ വെച്ചുകൊണ്ട് പോകുന്നതും ഇവിടെ ഗോപ്രോ വെച്ചുകൊണ്ട് പോകുന്നതൊന്നും ഒട്ടും സേഫ് അല്ല കാര്യം. ഇങ്ങനെ വണ്ടി വരുന്ന ആൾക്കാർക്ക് തന്നെ തട്ടിപ്പറിച്ചുകൊണ്ട് പോകാൻ പറ്റും. ഇവിടെ കൂടുതലും ഉള്ള ഒരു കാര്യമാണ് ഈ മോഷണം. എനിക്ക് തോന്നുന്നു ഗൈസ് ഇവിടെ കണ്ടായിരിക്കണം ഇതിൻ്റെ പാർക്കിങ്. എന്തായാലും വണ്ടി അവിടെ പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഹുമയൂൺ സ്റ്റോമിൻ്റെ ഫ്രണ്ടിൽ പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് തോന്നുന്നു പാർക്കിംഗ് ഇവിടെ എല്ലാം ആയിരുന്നായിരിക്കണം. അതായിരിക്കും ഈ വണ്ടികളെല്ലാം ഇങ്ങനെ കിടക്കുന്നത്. എനിക്കറിയില്ല, ആയിരിക്കാം ആ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ. പക്ഷേ ഇവിടെ ബൈക്കുകളൊന്നും പാർക്ക് ചെയ്തിട്ടില്ലല്ലോ. നമ്മുടെ ബൈക്കിൻ്റെ പാർക്കിംഗ് എവിടെയാണാവോ? ഓക്കെ, ഐ തിങ്ക് ഗൈസ് ഇതാണ് ഇതിൻ്റെ പറയും. സോ ദിസ് ഇസ് ദ എൻട്രൻസ് ഗൈസ്. അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഞാൻ നോക്കട്ടെ ഇവിടെ പാർക്കിംഗ് ഉണ്ട്. സോ ഇതൊരു बाइक का पार्किंग कहाँ है? नहीं है. ഇവിടെയുള്ളവർക്കൊന്നും അതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. അപ്പോൾ ബൈക്ക് അവിടെ വെക്കും. ബൈക്ക് എവിടെയും വെച്ച് പാർക്ക് ചെയ്തിട്ട് വേറെ നടന്നു പോകാനേ പറ്റത്തുള്ളൂ. എനിക്ക് കണ്ടിട്ട് തോന്നുന്നു അതേ പറ്റത്തുള്ളൂ എന്നുള്ള കാര്യം. വേറെ എവിടെയെങ്കിലും ചോദിച്ചു നോക്കാം. ഇവിടെ ഈ സൈഡിലൊന്നും വെക്കാൻ പറ്റത്തില്ല, നമുക്ക് പോലീസ് പെറ്റിയടിക്കും. നമുക്ക് ഈ ഓട്ടോക്കാരനോട് ചോദിച്ചു നോക്കാം. भाई इधर बाइक को पार्किंग कहाँ है? बाइक की पार्किंग? हाँ, और हुमायूं टॉम जाके लिए हुमायूं टॉम के लिए पार्किंग कहाँ है? अंदर ही है. अंदर ही है. जैसे मुड़ोगे ना हाँ तो लेफ्ट में लो. हाँ, इधर से यू टर्न लो. यू टर्न. हाँ, इधर है मायूं टाउन. ये गोल चक्कर है. हाँ इस गोल चक्कर से लेफ्ट ले लेना इधर को. हाँ ओके. हाँ, रॉन्ग साइड ही चले जाओ. ആ ഓക്കെ. പുള്ളി പറയുന്നത് ഇതിനകത്ത് പാർക്കിംഗ് ഉണ്ടെന്നാണ്. അപ്പോൾ ഇതുവഴി യൂ ടേൺ എടുത്ത് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ എങ്ങാനും യൂ ടേൺ എടുക്കാനുള്ള സംഭവം കാണും. നമുക്ക് പോയി നോക്കാം. അത് ഇതുവഴി തന്നെ പോകണം. അതായത് ഇതുവഴി പോയാൽ ഇതുവഴി ജസ്റ്റ് പുതിയ പോയി നോക്കാം. लेफ्ट ले लेना. हाँ राइट ले लेना इधर को ही. हाँ हाँ, बस वहीं आगे अंदर रास्ता जा रहा है. लेफ्ट नहीं मोड़ के वहीं खड़ी कर लेना. हाँ ओके ओके. പുള്ളി പറയുന്നത് അകത്ത് കയറി കഴിഞ്ഞ് ലെഫ്റ്റ് സൈഡിൽ പാർക്കിംഗ് ഉണ്ടെന്നാണ് പുള്ളി പറയുന്നത്. നമുക്ക് എന്തായാലും ജസ്റ്റ് പോയി നോക്കാം. ഇത് വൺ വേ ആണ്. അയ്യോ പോലീസ്, ഇത് വൺ വേ ആണ്. നമുക്ക് വണ്ടി നിർത്തിക്കൊണ്ട് പോകാം. അല്ലേ ഈ വൺ വേ ആണ്ട് പോലീസ് വല്ലതും കണ്ടു കഴിഞ്ഞാൽ ഇനി വല്ലതും പറയുമായിരിക്കും. നമുക്ക് അകത്തോട്ട് ഇതിനകത്ത് പാർക്കിംഗ് ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. നമുക്ക് ജസ്റ്റ് ഇതിനകത്തോട്ട് കയറി നോക്കാം. പക്ഷെ അകത്തോട്ട് വണ്ടിയൊന്നും പോകുന്ന ഞാൻ കണ്ടില്ല. ബൈക്ക് തോന്നി ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഓ ബാദു ഓ ഗൈസ്, അപ്പോൾ പൈസ ഇപ്പോഴല്ല കൊടുക്കണ്ടേ, നമ്മൾ പോയിട്ട് വന്നിട്ടാണ്. ഓക്കെ, പുള്ളിക്ക് മനസ്സിലായി എനിക്ക് ഹിന്ദി അറിയത്തില്ലെന്ന്. അങ്ങനെ പുള്ളി ആക്ഷൻ കാണിച്ചു. ഇവിടെ വല്ല വെള്ളം കിട്ടുവാണെങ്കിൽ വാങ്ങിച്ചുകൊണ്ട് പോകണം ഗൈസ്, അല്ലെങ്കിൽ നമ്മൾ തെണ്ടിപ്പോകും. തോന്നുന്നു അവിടെ മിനറൽ വാട്ടർ കിട്ടുമായിരിക്കും, നോക്കാം. പാർക്ക് ചെയ്യുന്നതിന് 25 രൂപയാണ് ഗൈസ്. ഇതോ ആ അതിനകത്ത് എന്തായാലും നന്നായി തണലത്തിരുന്നോളും. നിറയെ മിനറൽ വാട്ടർ കാണുമായിരിക്കും ഗൈസ്. നമുക്ക് പോയി നോക്കാം. भैया एक मिनरल वाटर था 20 है.
That is throw up. Throw up. Come. Come. Guys, can you help a bit? Can fix? Come on, Leia? Oh. എല്ലാം ഏകദേശം കീറിയ നോട്ടാണ്. പക്ഷെ അവിടെ എടുത്താൽ മതിയാണ്. അവിടെ എൻട്രി പാസും എല്ലാം കാണും നിൽക്കുക. വെയിലെന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ വെയിൽ. നമ്മൾ വന്ന സമയം നല്ലതാണ് എന്തായാലും. 1:30 വ്ളോഗ് എടുക്കാം ഈ പൊരിഞ്ഞ വെയിലൊക്കെ. അയ്യോ, ഓ അവിടെ സെക്യൂരിറ്റി ചെക്കൊക്കെ ഉണ്ട്. ക്യാമറ കയറ്റി വിടുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ മാക്സിമം നോക്കും. ഫോണെന്തായാലും കയറ്റി വിടില്ല. ക്യാമറ പറ്റിയില്ല, ഞാൻ ഫോണിലാണെങ്കിലും വീഡിയോ എടുക്കുന്നത്. ഗൈസ് അവർ ക്യാമറയ്ക്ക് 20 രൂപ എക്സ്ട്രാ വേണമെന്ന് പറഞ്ഞു. പിന്നെ ഹെൽമെറ്റ് കയറ്റി വിടത്തില്ലെന്ന് പറഞ്ഞു. ഹെൽമെറ്റ് ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് പോകാമെന്നാണ് പറഞ്ഞത്. അപ്പം എന്നിട്ട് അവർക്ക് എന്നെ കണ്ടപ്പം അവർക്ക് മനസ്സിലായി യൂട്യൂബ് പരിപാടിയാണ്. അപ്പോൾ അവർ പറഞ്ഞു ഹെൽമെറ്റ് ക്യാമറ വെക്കണ്ട, അല്ലാതെ ക്യാമറ കൊണ്ട് ഷൂട്ട് ചെയ്യുകയാണോ ചെയ്തോ കുഴപ്പമില്ല, ഹെൽമെറ്റ് ക്യാമറ വെക്കണ്ട, ഹെൽമെറ്റും കയ്യിലെടുത്തോളാൻ അവർ പറഞ്ഞു. അതുകൊണ്ട് ഞാനിനി ഇതെല്ലാം കൈ പിടിച്ചുകൊണ്ട് നടക്കേണ്ടി വരുമല്ലോ. ഹെൽമെറ്റ് വെക്കാം. ഭയങ്കര വെയിൽ. നമ്മളിപ്പോൾ എൻട്രൻസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ക്യാമറ കയറ്റാൻ പറ്റത്തില്ലെന്നല്ല, ഹെൽമെറ്റ് വെച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ലെന്ന് അവർ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് കയറുന്ന വരെ മൊബൈലിലായിരിക്കും ഷൂട്ട് ചെയ്യുന്നത്. അതുപോലെ എൻ്റെ ഫ്രണ്ട് സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പം ഹെൽമെറ്റിൽ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ അതെനിക്ക് തന്നെ പണിയാവും. അതുകൊണ്ട് ഞാനിപ്പോൾ അകത്ത് കയറുന്ന വരെ മൊബൈലിലായിരിക്കും ഷൂട്ട് ചെയ്യുന്നത്. അതൊക്കെ കണ്ടില്ലേ, അവിടെ എല്ലാം ഓരോ സംഭവങ്ങളുണ്ട്. നമുക്ക് ഇതിനകത്തോടെ പോകാം. അതുകൊണ്ട് അതുവരെ എൻട്രൻസ് ആണ്. ഫോറിനർ ഇറങ്ങിയത്. പിന്നെ ഇവിടെ എല്ലായിടത്തും ഓരോ ബോർഡും പിന്നെ ഇത് ഇങ്ങനെ കുറേ സംഭവങ്ങൾ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഹിസ്റ്ററി പറയുന്ന രീതിയിലുള്ള കുറേ എഴുത്തുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതി കുറേ തൂണും ബോർഡും ഒക്കെ വെച്ചിട്ടുണ്ട്. അല്ലേ, ആ വരുന്ന ചേച്ചിയെ കണ്ടാലേ അറിയാം ഒരു മലയാളിയാണ്. അതുകൊണ്ട് അതുവഴി നമുക്കൊരു എൻട്രൻസ് ഉണ്ട്. അതുകൊണ്ട് അതുവഴിയും പോകാം. ഇതാണ് മെയിൻ എൻട്രൻസ്. പയ്യ നടന്ന് ഒരു പരിവായി. ഇവിടെയൊക്കെ നല്ല പച്ചപ്പൊക്കെ. ഇവരിത് മറ്റേ വളർത്തുന്ന പോച്ച്. നല്ല വെയിലാണ്. നമ്മൾ കറക്റ്റ് നട്ടുച്ചയ്ക്ക് തന്നെ വീഡിയോ എടുക്കാൻ വന്ന് മിക്കവാറും ഞാൻ കറുത്തൊരു പരുവാവും. ഇവിടെ ലവേഴ്സിനൊക്കെ വരാനാണെങ്കിൽ വളരെ നല്ലൊരു സ്പോട്ടാണ് കേട്ടോ. ഇങ്ങനെ നല്ല തണലും കാര്യങ്ങളും അവിടെ ലവേഴ്സ് ഇരിക്കുന്നുണ്ടോ. അങ്ങനെ ഇതാണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ്. കുറേ സെക്യൂരിറ്റി ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്കിപ്പോൾ എന്തായാലും ഹെൽമെറ്റിലൊന്നും വെച്ച് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് അകത്ത് പോയി നോക്കാം. ഞാൻ നേരത്തെ ഒന്ന് വന്നിട്ടുള്ളതാണ്. എന്നാലും ഇത് കാണാനാണെങ്കിൽ ഒത്തിരി ഉണ്ട്. അന്ന് 1 മണിക്കൂർ എടുത്തിട്ട് എനിക്ക് ഫുള്ളായിട്ട് കണ്ടു തീർക്കാൻ പറ്റിയില്ല. ഞാനിതിനകത്ത് കയറിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. എനിക്ക് വെയിലത്ത് ഇതും പിടിച്ചുകൊണ്ട് നടക്കാൻ തന്നെ നല്ല ബുദ്ധിമുട്ടാണ്. ഇവിടെ അതുവഴി ഒരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട്. അതുവഴി നമ്മൾ മുമ്പ് കണ്ട ആ സ്ഥലത്തോട്ട് പോകുന്നതായിരുന്നായിരിക്കണം. അത്യാവശ്യം നല്ലൊരു ഫോറസ്റ്റ് ലുക്ക് ഉണ്ട് ഇതിന്. അതുവഴി അകത്തോട്ടൊരു എൻട്രൻസ് ഉണ്ട്. നമ്മളെന്തായാലും നേരെയുള്ള വഴി കൂടെ തന്നെ പോവുകയാണ്. നമുക്ക് വളഞ്ഞ വഴിയൊന്നുമില്ല, നമ്മൾ നേരെ പോവുക. അയ്യോ അമ്മച്ചേ, ഇവിടെ ഫുള്ള് ലവേഴ്സാണ് ഗൈസ്. ലവേഴ്സായിട്ടൊക്കെ വരുന്നവർക്ക് വളരെ നല്ലതായിരിക്കും. അയ്യോ, ഇവിടെ കണ്ടിട്ടൊരു പ്രണമല്ല ലുക്ക്. പറയാൻ പറ്റത്തില്ല, പുള്ളി തുടങ്ങാനൊക്കെ കാണും. പിന്നെ ഇവിടെ ഒരുപാട് മലയാളികളുണ്ട്. അല്ല, വളരെ പീസ്ഫുള്ളായിട്ടുള്ള സ്ഥലം. പുള്ളിക്ക് ഒരു പ്രണമല്ല ലുക്കില്ലേ. ഇവിടെ എന്തായാലും ഇഷ്ടം പോലെ വർക്കേഴ്സ് ഉണ്ട്. കാരണം ഈ സമയത്ത് നമ്മൾ വന്നിട്ട് ഇവിടെ ഈ സ്ഥലം കംപ്ലീറ്റ് ക്ലീനായിട്ടാണ് കിടക്കുന്നത്. അപ്പം അതുപോലെ ആളുകൾ ഇങ്ങനെ കുറേ വർക്കിംഗ് ആണ്. അവിടെ ഇതിൻ്റെ കുറേ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ബോർഡിൽ വെച്ചിട്ടുണ്ട്. അതെ, അവിടെ ഇതാണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ്.
നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം കഴിച്ച്. അവിടെ ഇവിടെയൊക്കെ സെക്യൂരിറ്റീസ് ഉണ്ട്. ഗോപ്രോണ്ടോ ചിലപ്പോൾ കാണാൻ പിടിച്ച് വെക്കും. ഞാൻ ക്യാഷ് അടച്ചിട്ടാ എടുത്തെന്ന് പറയാം. ഒരാളാണ്. ഇതാണ് മനോഹരമായ ഹുമയൂൺസ് ടോംബ്. കണ്ടില്ലേ, ഒരു താജ്മഹലിൻ്റെ തന്നെ ആ ഒരു ഇൻസ്പിറേഷൻ പോലെ കാണുക ചെയ്തേക്കുന്നത്. ഏകദേശം സെയിം ആ താജ്മഹൽ, പക്ഷെ അത്രയും വലുപ്പമൊന്നും ഇല്ലെന്നാണ് എനിക്ക് കണ്ടിട്ട് പോകുന്നത്. പിന്നെ ഇവിടെ താജ്മഹലാണെങ്കിലും ഇങ്ങനെ ഇത്രയും പോർഷൻ 2 സൈഡും റിവറല്ല, മറ്റേ ആ വെള്ളം കൊണ്ടുള്ള അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന സാധനമാണ് വരുന്നത്. അപ്പോൾ കുറേ പേര് റെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ റിപ്ലേസ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് ഇത് വെച്ച് കാണുമ്പോൾ നല്ല ഒരു വ്യൂ തന്നെ കിട്ടുന്നുണ്ട് നമുക്ക്. പിന്നെ അവിടെ എല്ലാം ഒരുപാട് ആളുകൾ ഇരിപ്പുണ്ട്. അങ്ങോട്ടൊക്കെ കുറേ സ്ഥലങ്ങളുണ്ട്. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ തന്നെ എനിക്കൊന്നൊരു 10-100 ഏക്കറിനകത്ത് ഇത് കിടപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ തന്നെ അകത്തോട്ട് ഈ 2 സൈഡിലും കുറേ ഉണ്ട് ഒരുപാട്. ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും ഇല്ല. ഞാൻ കയറി കാണിച്ചതിന് മറ്റേതിനകത്ത് നമ്മൾ മുംതാസിൻ്റെ ഖബറുടെ അല്ലേ താജ്മഹലിനകത്ത് വരുന്നത്. ഇതിനകത്ത് കയറി നിങ്ങൾ കണ്ടിട്ട് പറ എന്ത് സംഭവം. ഏകദേശം അതുപോലൊക്കെ ഒരു പെട്ടിയല്ല, ഒരു കല്ല് വെച്ചേക്കുന്ന ഒരു സാധനമാണ് അവിടെ ഉള്ളത്. എന്തായാലും കയറി നോക്കാം. അത് മീനൊന്നും ഇല്ലേ? ഇത് നോർമലി ഉള്ള സ്റ്റെപ്സ് അല്ല ഗൈസ്. ഏകദേശം ഇത്ര ഡിഗ്രി സ്റ്റാൻഡേർഡാണ്. പിടിച്ച് കയറിയില്ലെങ്കിൽ ഇതാണ് ഹുമയൂൺസ് ടോംബ്. നമുക്ക് ഇപ്പം നമ്മൾ നടന്നു വന്ന വഴി ഇതിൻ്റെ മേളിൽ നിന്ന് നോക്കാൻ അടിപൊളിയായിരിക്കും. അത് കണ്ടില്ലേ, അതാണ് അതിൻ്റെ എൻട്രൻസ് വരുന്നത്. ഇത് കണ്ടിട്ട് മലയാളിൽ കൊണ്ടില്ല, കണ്ടില്ലേ? നമ്മൾ അതുവഴി അങ്ങ് വന്നത്, അതുവഴി വന്ന് ആ വെള്ളമൊക്കെ ഞാൻ കാണിച്ചില്ലേ, അതുവഴിയാണ് മദാമ ഫോട്ടോ എടുക്കുന്നത്. ഓക്കെ, ഒരു മലയാളികളാണ്. ഇനി ഇതിൻ്റെ മുകളിൽ ഇഷ്ടം പോലെ പരുന്തിനെ കാണാൻ പറ്റും നിങ്ങൾക്ക്. പിന്നെ ഇതിൻ്റെ 4 സൈഡിൽ എന്തൊക്കെയോ ഹിസ്റ്റോറിക്കൽ സംഭവങ്ങളാണ് ഇതൊക്കെ. അത് എന്താണെന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്തിയേക്കാം. നിങ്ങളത് വായിച്ചു നോക്ക്. എന്തായാലും വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ വായിക്കുക വന്നാൽ അത്ര നല്ലതായിരിക്കും. നിങ്ങൾ നോക്കി, ഇതിൻ്റെ ഈ സൈഡിൽ അവിടെ ഒരെണ്ണമുണ്ട്. ഇതൊരു ഗേറ്റ്. അവിടെ എന്തൊക്കെയോ അവർ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാം കുറേ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു രാത്രിയിൽ ആ ലൈറ്റ് ഓണായി ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും കാണാൻ. അതൊരു എക്സിറ്റ് പോയിൻ്റാണ്. അവിടെ നിന്ന് താഴേക്ക് നമ്മളിപ്പോൾ കയറി വന്നില്ലേ, ഇതുപോലൊക്കെ ഒരു സംഭവത്തിനകത്തോടാണ് നമ്മൾ വെള്ളത്തിൽ കയറുന്നത്. കണ്ടില്ലേ, അതൊരു എൻട്രൻസ് അല്ല, അതുപോലൊക്കെ ഒരു സംഭവമാണ്. നമ്മൾ മുമ്പേ വന്ന രീതിയിൽ തന്നെ പണിത് വെച്ചേക്കും. കണ്ടോ, എല്ലാം ഏകദേശം സെയിം ആയിട്ട് തന്നെ ഇരിക്കും. ഇവിടെ താഴെയൊക്കെ ഇഷ്ടംപോലെ ആളുകൾ നിൽപ്പുണ്ട് കണ്ടോ. പക്ഷേ ഇത് വളരെ ക്ലീനായിട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അതാണ് എനിക്കിതിൽ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ള കാര്യം. അതായത് നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് ഇന്ത്യൻ പ്രണവ് മോഹൻലാലിരിക്കും. അത് ഇതിൻ്റെ ഒരു സ്ഥലം. ഇതിൻ്റെ പുറകിലുണ്ട്, ഞാൻ പണ്ട് പോയിട്ടുണ്ട്. അത് നല്ല രസമായിരുന്നു. അങ്ങോട്ടൊന്നും അങ്ങനെ കയറ്റി വിടത്തില്ല, പക്ഷെ ഞാനന്ന് പോയായിരുന്നു. ഇവിടെ ഇപ്പോൾ ഈ ഒരു ടൈമായിട്ടാണെന്ന് തോന്നുന്നു അധികം ആരും കാണാനില്ല. നല്ല വെയിലാണ്, നല്ല പോലെ വെയിലുണ്ട്. അതുകൊണ്ടായിരിക്കണം ഇപ്പോൾ ഇവിടെ അധികം ആൾക്കാരൊന്നും ഇല്ല. പക്ഷേ രാവിലെയും വൈകിട്ടൊക്കെ വന്നിരിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ്. ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു പ്ലേസാണ്. നമ്മളിങ്ങനെ കറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കണ്ടില്ലേ, അവിടെ ഇതുപോലെ ഒരു സാധനമുണ്ട്. കഴിഞ്ഞ തവണ ഞങ്ങൾ അവിടെ പോയപ്പം എന്തോ അത് ഭയങ്കര ഫോറസ്റ്റാണ്. ഇതിൻ്റെ ആ ഒരു സറൗണ്ടിങ്സ് കംപ്ലീറ്റ് ഫോറസ്റ്റ് ഏരിയ ആയിട്ടാണ് വരുന്നത്. അപ്പം അവിടെ പോയപ്പോൾ അന്ന് എന്തൊക്കെയോ സംഭവങ്ങൾ കണ്ട് ഞങ്ങൾ തിരിച്ചു പോരുമായിരുന്നു. ഇതിൻ്റെ എല്ലാം 4 സൈഡും കണ്ടില്ല, ഏകദേശം സെയിം എൻട്രൻസ് പോലെയുള്ള ഒരു മേക്കിംഗ് ആണ് ഇതിൻ്റെ ആർക്കിടെക്ചർ ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് കയറാൻ പറ്റുമായിരുന്നു, ഞാൻ കയറിയിട്ടുണ്ട്. ആ അകത്ത് കയറുന്ന എൻട്രൻസ് എവിടെയാണെന്ന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ ഇതിനകത്ത് കയറാൻ പറ്റും. ഇതിനകത്ത് പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും ഇല്ലെന്നേ ഉള്ളൂ, ഇതിനകത്ത് കയറാൻ പറ്റും. പക്ഷേ ഇത് കൊട്ടാരം വൈബുണ്ടല്ലേ, കൊട്ടാരമായിരുന്നായിരിക്കണം.
അപ്പോൾ ഇതിൻ്റെയൊക്കെ അവിടെ നിന്ന് ഒരു രാജാവ് ഇങ്ങനെ പ്രജകളെയൊക്കെ നോക്കി ബാഹുബലി. ഇവിടെ നമുക്ക് വേണം ഇരിക്കാൻ കേട്ടോ. ഇതിരിക്കാൻ ഉണ്ടാക്കിയേക്കുന്നതല്ല, ഇത് വേറെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് ഇതിൽ. എന്തൊക്കെയോ കുറേ പടമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇരിക്കാനുള്ളതല്ല, എന്തൊക്കെയോ ഉണ്ട് ഇതിൽ. ഇവിടെ നിങ്ങൾക്ക് രാവിലെ തൊട്ട് വൈകിട്ട് വരെ കണ്ട് ടൈം ചെലവഴിക്കാനുള്ള ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് നടന്ന് നിങ്ങൾ തളരും. അതുപോലൊക്കെ ഇഷ്ടം പോലൊക്കെ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഇത് കംപ്ലീറ്റ് എംറ്റി ആയിട്ടാണ്. മനുഷ്യരൊന്നും ഇല്ല. കാരണം ഈ സമയത്ത് എന്നെ പോലൊക്കെ തലയ്ക്കോളം ഇല്ലാത്തവരല്ലാതെ ആരും വരത്തില്ല. ഉണ്ടല്ലേ, അവിടെ ഒരു മസ്ജിദ് പോലൊക്കെ എന്തോ ഒരു സാധനമുണ്ട്. ഇതിൻ്റെ താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പോകാൻ ഇഷ്ടം പോലൊക്കെ സ്ഥലങ്ങൾ വരും. കണ്ടില്ലേ, അവിടെ അതുപോലൊക്കെ വേറൊരു എൻട്രൻസ്. എനിക്കറിയത്തില്ല കാശ്, ഇത് നമ്മൾ മടുക്കും. നമ്മൾ നടന്ന് മടുക്കും, ശരിക്കും മടുക്കും. ഇവിടുന്ന് എല്ലാ ഏരിയയിൽ നിന്നും ഓരോ എക്സിറ്റ് പോയിൻ്റ് ഉണ്ട് കണ്ടോ. എന്തായാലും ഇതിൻ്റെ ആർക്കിടെക്ചർ ഹാറ്റ്സ് ഓഫ് ടു യു. എന്നാ പണിയാണ് പണിഞ്ഞേക്കുന്നത് പുള്ളി. ഇതിനകത്ത് കയറിയിട്ടും കാര്യമില്ല. ഇതിനകത്ത് ആൾക്കാരൊക്കെ ഇരിക്കുന്നു. സോറി, സെക്യൂരിറ്റീസാണ് തോന്നുന്നത്. ഇതിനകത്ത് ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ എങ്ങാനും ആയിരുന്നായിരിക്കണം അതിൻ്റെ എൻട്രൻസ്. അതിനകത്ത് ആൾക്കാരിരിപ്പുണ്ട്. അതിനകത്ത് എൻ്റെ പണിയാണ്. ഇതൊക്കെ ആയിരിക്കണം എൻട്രൻസ്. ഈ ഡോർ കണ്ടില്ലേ, അതൊക്കെ ആയിരിക്കും എൻട്രൻസ്. ഇവിടെ നമുക്ക് കയറിയിരുന്ന് കഴിഞ്ഞാൽ വിശ്രമിക്കാനൊക്കെ വളരെ നല്ലതാണ്. വേണമെങ്കിൽ ഇവിടെ ഇരിക്കാൻ, കിടക്കാം. ആകെ ഒരു ചൂടിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. നല്ല ചൂടാണ്. ഈ ഒരു ക്ലൈമാറ്റിക് കണ്ടീഷന് പറ്റിയൊരു ഏരിയല്ല. എന്നാലും ഇവിടെയൊക്കെ ഇത്രയും വൃത്തിയായിട്ട് അവർ സൂക്ഷിക്കുന്നില്ലേ. നമ്മുടെ നാട്ടിൽ വല്ല ആയിരുന്നെങ്കിൽ എപ്പോഴേ അടിച്ചു പൊളിച്ച് കളഞ്ഞു. ഇവിടെ 40 രൂപയ്ക്ക് ഒരു ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വന്ന് ഈ കാര്യങ്ങളെല്ലാം എൻജോയ് ചെയ്യാൻ പറ്റും. പൈസ അപ്പോൾ നമ്മൾ അത്രയും ദൂരെന്ന് ഇവിടെ താഴെ ഇറങ്ങിയിട്ടുണ്ട്. ഇതിനൊക്കെ നിങ്ങൾ കണ്ടില്ലേ, അത്യാവശ്യം എല്ലാവരും നല്ലപോലെ വിശ്രമിക്കുന്നുണ്ട്. മരവും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിക്ക് തന്നെ അവർ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ ലവേഴ്സായിട്ടൊക്കെ വരുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും കേട്ടോ. ഫ്രണ്ട്സായിട്ട് വരുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഞാൻ പറഞ്ഞതാണ്, കുറച്ചും കൂടെ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ പീസ്ഫുൾനെസ് കിട്ടുന്നുണ്ട്. ആ സൗണ്ട് കേട്ടില്ലേ, ആ സൗണ്ട് ട്രെയിനിൻ്റെ ആണ്. ഇവിടെ ഇതിൻ്റെ തൊട്ടടുത്താണ് മറ്റേ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. അയ്യോ, ഓക്കെ, ഇതെന്താ ഒരു വെള്ളമില്ലാതെ. നമുക്ക് സമയമില്ല, നമുക്കെല്ലാം ഒന്ന് ഓടി നടന്ന് കാണാം. ഇവിടാണ് പണ്ട് കുറ്റവാളികളെ കൊണ്ടിട്ട് അടച്ചു വെച്ചിരുന്ന ഈ ജയിലുകൾ എന്നൊക്കെ പറയത്തില്ലേ, ആ ജയിലുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, ഇതുപോലെ കൊള്ളർത്ത് ഇവിടെയൊക്കെ ആയിരുന്നു യുദ്ധം നടന്നിരുന്നത്. മല്ലന്മാരും കാര്യങ്ങളൊക്കെ തമ്മിലുള്ള വലിയ യുദ്ധങ്ങൾ നടന്നിരുന്ന പോരാട്ട ഭൂമിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇവിടെയും ഒരു മനുഷ്യനും മാഞ്ചാതി ഒന്നുമില്ല. ആരെങ്കിലും തല്ലി കൊന്നിട്ടാൽ പോലും അറിയത്തില്ല. കണ്ടില്ല, ഇതൊക്കെ ജയിലുകളായിരുന്നു ഗൈസ്. ഇത് മുഴുവനും അവരെന്നിട്ട് ആ ഗ്രില്ലൊക്കെ എടുത്ത് മാറ്റിയതാണ് ആളുകളെ പേടിപ്പിക്കാതിരിക്കാൻ വേണ്ടി. ഇവിടുത്തെയൊക്കെ ഒരു അറ്റ്മോസ്ഫിയർ കണ്ടില്ലേ, ഭയങ്കര ഗാഢത കയറിയാണ്. കണ്ടോ, ഗാഢത എന്ന് വെച്ചാൽ നല്ല വെയിറ്റുള്ള വാക്കല്ലേ, കിടക്കട്ടെ. പണമോലയുടെ അവിടെ പോയതുണ്ട്. ഇതിൻ്റെ ഒരു ഏരിയ ഫുൾ ഇത് തന്നെയാണ് ഗൈസ്. നമ്മളെന്തിനാണ് കുറ്റവാളികളെ ഇട്ട സ്ഥലമൊക്കെ കാണുന്നത്. നമുക്ക് രാജാവിനെ പോലെ നടന്നിട്ട് വരാം. ആരെവിടെ, ആരും ഇല്ല. അതാ ഇവിടെ ഒരു പട്ടിക്കുഞ്ഞു പോലും ഇല്ല ഇവിടെ. എന്തോ ചെയ്യാൻ. ഹായ്, അവിടെ പ്രാവൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ രണ്ട് സൈഡും ഇങ്ങനെ ഇവരെ കൊണ്ട് അടച്ചിട്ട സ്ഥലങ്ങളാണ്. പക്ഷേ എന്തോരം വേദനിച്ചിട്ടുണ്ടായിരിക്കും അവർക്ക്. എനിക്ക് വയ്യ, ഈ പടികൾ കയറാൻ എനിക്ക് താല്പര്യമില്ല. നമുക്ക് നോക്കാം. കണ്ടില്ലേ, പക്ഷെ വളരെ മനോഹരമായിട്ട് തടവറയ്ക്കുള്ളിൽ നിന്ന് അവർക്ക് ഇതൊക്കെ കണ്ട് ആസ്വദിക്കായിരുന്നുണ്ടേ. അയ്യോ, സെക്യൂരിറ്റി നിൽക്കുന്നു ഗൈസ്, എന്നെ പൊക്കി. ഗൈസ്, ഈ കോപ്പർ കൊണ്ടുവന്ന് അയാളെന്തെങ്കിലും പറയാം. നമ്മളിതൊരു അടച്ചതെന്ന് പറയാം, അപ്പോൾ ഒന്നും പറയത്തില്ലായിരിക്കും. ഇതിനകത്തൊക്കെ കണ്ടില്ലേ, ആ തെങ്ങിലാണ് ഈ കുറ്റവാളികളൊക്കെ കെട്ടി തൂക്കിക്കൊണ്ടിരുന്നത്.
ആ അതുവഴി പോയാലേ അങ്ങനെ ചിലപ്പോൾ പൊക്കും. നമുക്ക് ഇതുവഴി കറക്കിത്താം. ഇങ്ങോട്ട് വരുന്നു ഓട്ടോ. ഇങ്ങോട്ട് വരുമോ? ഞാൻ ഓടും കേട്ടോ. ഇതല്ല ഇതിൻ്റെ ഫ്രണ്ട് സൈഡ്, ഇത് ഇതിൻ്റെ ബാക്ക് സൈഡ്. ബാക്ക് സൈഡോ ഏതോ ഒരു സൈഡ്, എല്ലാ സൈഡിൽ നിന്ന് ഇതുപോലെ തന്നെ ആയിരിക്കും. നമുക്ക് ഇങ്ങനെ തന്നെ അങ്ങനെ പോയി അങ്ങനെ പോകാം. കാരണം അവിടെ കാപ്പൻ സെക്യൂരിറ്റി ഉണ്ട്. വെള്ളമൊക്കെ കണ്ടില്ലേ, ചാടാൻ തോന്നുന്നു. വെയിലൊന്നും പിടിച്ച് വെള്ളമൊക്കെ തന്നെ ചൂടായി കിടക്കുമായിരിക്കും. അതുപോലെ വെയിൽ ഇവിടെ. പക്ഷേ ഇവിടുത്തെ ഈ ഒരു എൻവയോൺമെൻറ്റും ഉണ്ടോ, നമ്മളെ പിടിച്ചിരുത്തും ഇവിടെ. നമ്മളെയൊക്കെ പിടിച്ചിരുത്തിയിരിക്കുന്നവരെ കപ്പിൾസൊക്കെ ഇരിക്കുന്നു. ഇവർക്കൊക്കെ എന്തിൻ്റെ സോക്കേടാണ്? ഇങ്ങനെ പുരാതനമായ ഹിസ്റ്റോറിക്കൽ സ്ഥലങ്ങളൊക്കെ എന്തിനാണ് ഈ കപ്പിൾസൊക്കെ വന്ന് ഇങ്ങനെ ചുമ്മാ ബാക്കിയുള്ളവരെ വിഷമിപ്പിക്കുന്നത്? ഇവർക്ക് വിശ്രമിക്കാൻ വളരെ 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 നല്ലതാണ് കേട്ടോ. ആ ഒരു സൈഡ് ഫുള്ള് കപ്പിൾസ് ആയിരിക്കും മിക്കവാറും. കാരണം അത് ഭയങ്കര നമുക്ക് പോയി കണ്ടു നോക്കാം. അല്ല അങ്ങനെയല്ല, സ്ഥലമൊക്കെ കണ്ടു നോക്കാം. കണ്ടില്ല, ഇതുവഴിയായിരുന്നു പണ്ട് രാജാവ് നീരാട്ടിന് ഇറങ്ങിക്കൊണ്ടിരുന്നത്. ഇതോ അതാ അതിനകത്തൊരു പാമ്പ് കിടക്കുന്നുണ്ട്, കണ്ടോ? ഇതോ അവിടെ ഇതോ ആ മൂലയ്ക്ക് ഒരു പാമ്പ് കിടക്കുന്നുണ്ട്, കണ്ടോ? അപ്പോൾ പണ്ട് രാജാവിനെ കൊത്താൻ ശ്രമിച്ചിരുന്ന രാജവെമ്പാലയായിരുന്നു. എന്തായാലും ഇതുവഴി പോയി നോക്കാം. അവനെ കണ്ടിട്ടൊരു ഫോറിനറോ മറ്റേത് ഗൈഡുവാണെന്നാണ് തോന്നുന്നത്. അത് ലവേഴ്സാണോ എന്താണെങ്കിലും നമുക്കെന്താ? എനിക്കൊന്നുമില്ല. എനിക്കെന്ത് വിഷമം? ഇതിനകത്തൊന്നും കയറാനൊന്നും പറ്റത്തില്ല. നമുക്ക് ജസ്റ്റ് അതുവഴി ഇതൊക്കെ പോയി കണ്ടെത്താം. ഞാനിതിന് ചുറ്റും നടന്നിട്ട് ഇതിനെ അകത്തോട്ട് കയറുന്ന സാധനം ഞാൻ കണ്ടില്ല. നമുക്കെന്താ വെച്ചാലോ വേറെ വഴി പോയി നോക്കാം. അപ്പോൾ ആ വഴിയാണ് കഴിഞ്ഞ തവണ എന്നെ സെക്യൂരിറ്റി കയറ്റിവിടായിരുന്നില്ല. പുള്ളി കാണാതെ ഞാൻ കയറിപ്പോയിട്ട് പിന്നെ പുള്ളി കണ്ട്. ഇതാണ് നമുക്ക് പോയി നോക്കാം. അതിവിടെ ഏകദേശം കിട്ടില്ല. ഇതേ ഫോറിനേഴ്സൊക്കെ കഴിയുന്നുണ്ട്. ഇതെല്ലാം തടാറ പുള്ളികളൊക്കെ ഇട്ടിരുന്ന എന്ത് നീചമായ രാജാവായിരുന്നു എന്നുണ്ടായിരുന്നു. അപ്പോൾ പാവങ്ങൾ എന്ത് വേദനിച്ചിട്ടുണ്ടോ? വൈസാ It's good rain out there. Kunjam Tamil Pesari. മലയാളി. Malayali. Ah. My father-in-law is from Alappuzha. Alappuzha. So I understand a little bit, but not much. I'm from Karnataka. Oh, okay. Kannadiga, Bangalorean. Okay. Enjoy. Thank you, sir. Those two that's really nice. Ah. It's very good for go inside. The designs on the top are beautiful. Okay. Original. Okay. See you, man. Okay. Have a nice journey. പുള്ളിയൊക്കെ കേരളത്തിൽ അത്രയും മഴ പെയ്യുന്ന സമയത്ത് ഞാനെന്തിനാ ഇവിടെ വന്ന് വെയിലുകൊള്ളുന്നത്? അത് ഹെൽമെറ്റൊക്കെ വെച്ചോണ്ട്. കണ്ടില്ലേ, അത് റെയിൽവേ സ്റ്റേഷനാണ്. അവിടെ സെക്യൂരിറ്റി ഇരിപ്പുണ്ട്. ഇനി ആളെന്തെങ്കിലും പറയുമെന്ന് അറിയത്തില്ല. അത് ജസ്റ്റ് പോയി. പുള്ളി കർണാടകയിലുള്ള ആളാണ്. കണ്ടിട്ട് ഫോറിനറാന്നല്ലേ ഞാൻ ആദ്യം പറഞ്ഞത്. പുള്ളി കർണാടകയിലുള്ള ആളായിരുന്നു. ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷൻ. നമ്മുടെ അവിടുന്ന് കൊച്ചിയിൽ നിന്ന് ഡയറക്റ്റ് ട്രെയിനുണ്ട്. മീൻസ് ലാസ്റ്റ് സ്റ്റോപ്പ് നിസാമുദ്ദീനായിട്ടുള്ള ഡയറക്റ്റ് ട്രെയിൻ കിട്ടും. നിങ്ങൾ 2.5 ദിവസം ട്രെയിനിലിരിക്കണമെന്നേ ഉള്ളൂ. നമുക്ക് ഈ മീശക്കാരനോട് ചോദിച്ചു നോക്കാം. അയ്യോ, ഇപ്പം നമുക്ക് മറ്റേ അത് കാണാനില്ല. അതോ ആ മൂലയ്ക്ക് കണ്ടോ? ക്ഷീണിച്ചു, തളർന്ന്, ശരിക്കും ടയർഡായി. ഇതിനകത്ത് നമുക്ക് കയറാമെന്നാണ് കർണാടകയിലെ പുള്ളി പറഞ്ഞത്. ഇതിനകത്ത് നൈസ് വ്യൂ ആണെന്നാണ് പുള്ളി പറഞ്ഞത്. പക്ഷേ ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇതിനകത്തെ വ്യൂ. ഇതിനകത്ത് ആകെ താമസിക്കുന്നത് കുറേ പ്രാവുകളാണ്. കണ്ടില്ലേ? ദോ ഇവിടെ മുഴുവനും പ്രാവുകളാണ്. ഇത് ഓപ്പണായി കിടക്കുന്നതുകൊണ്ടായിരിക്കും ഇതിനകത്ത് ഒരു സെക്യൂരിറ്റി വെച്ചേക്കുന്നത്. ഇതിനകത്തായിരുന്നെന്ന് തോന്നുന്നു മറ്റേ സിംഹത്തിനെയൊക്കെ അഴിച്ചുവിട്ട് ഹണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. മനുഷ്യന്മാരെ കൂട്ടമായിട്ട് കൊണ്ട് ഇതിനകത്തിടും. ഇട്ടിട്ട് സിംഹത്തിനെ അഴിച്ചുവിട്ട് അതിനെ കൊണ്ട് കടുപ്പിക്കും. അതായിരുന്നു അവർക്ക് കൊടുത്തിരുന്ന ശിക്ഷ. നമുക്ക് ഇറങ്ങി വെളിയിൽ പോയി നോക്കാം. അയ്യോ, നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ മല്ലന്മാരെ ഇട്ട് അടുപ്പിക്കുകയൊക്കെ ചെയ്തിരുന്ന സ്ഥലം. നല്ല സിംഹത്തിനൊക്കെ ഇതിനകത്ത്. എൻ്റെ രാജാവേ, എന്തോ നീചനായിരുന്നു ഉള്ളിൽ നോർത്ത് നോക്ക്. നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് മതിലയാടിയ ഡയറക്റ്റ് ട്രെയിനൊക്കെ ഇറങ്ങാം കേട്ടോ. ഇവിടുന്ന് വലിയ കുഴപ്പമൊന്നുമില്ല.
അങ്ങോട്ട് ചാടാനേ ക്യാമറയൊന്നുമില്ല ഞാൻ ഇതുവഴി അങ്ങനെ കറങ്ങി പോകാതിരിക്കട്ടെ. ആ ഇപ്പോൾ ബൈക്കൊക്കെ പോകുന്നത് വഴി അല്ല. ഇവിടെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഒന്നും വേണ്ട കേട്ടോ, അതിൽ കടന്നു പറഞ്ഞാൽ. ഇവിടെ കുറേ മനുഷ്യരുണ്ട്. ഇതുപോലൊക്കെ ഉള്ളവരെയൊക്കെ കാണുമ്പോൾ ഞാൻ ഓർക്കും നമ്മൾ നമ്മുടെ കൊച്ചു വീട്ടിലൊക്കെ ഇരുന്നിട്ട് നമ്മുടെ വീട് ചെറുതാ അതായതാന്നൊക്കെ പറയുമ്പോഴേ ഇവരിവിടെയാണ് താമസിക്കുന്നത്. കണ്ടില്ലേ, അവിടെ അടുപ്പ് കൂട്ടി ഏതാണ്ട് ചൂടാക്കി കഴിക്കുക. ഇത്രയും പൊരിഞ്ഞ വെയിലത്ത് അവർ മനുഷ്യരല്ലേ, നമ്മളെ പോലെ തന്നെ. നമുക്കുള്ളതുകൊണ്ട് പോലും നമ്മൾ തൃപ്തിപ്പെടുന്നില്ല. അവർക്കില്ലെന്നോർത്ത് പോലും അവർ വിഷമിക്കുന്നില്ല. കണ്ടില്ലേ റെയിൽവേ സ്റ്റേഷൻ, കണ്ടില്ലേ, അതാണ് റെയിൽവേ സ്റ്റേഷൻ. നമുക്കെന്നാൽ ഇവിടുന്ന് പോയി അടുത്ത സ്ഥലത്തേക്ക് പോകും. അടുത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തന്നെ വേറെ കുറേ സ്ഥലങ്ങളുണ്ടല്ലോ. അയ്യോ, മിക്കവാറും ഞാൻ ഇവിടെ തല ഇറങ്ങി താഴെ വീഴും കേട്ടോ. ഈ ഹെൽമെറ്റ് ഇതെല്ലാം കൂടെ വെച്ച് ഇത്രയും ചൂടത്ത് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതുവഴി ഇറങ്ങി പോകാതിരിക്കും കേട്ടോ. അങ്ങനെ ഞാൻ ഇതുവഴി അങ്ങ് ഇറങ്ങിപ്പോകും. എനിക്ക് ആ കൊമ്പ മീസക്കാരനെ കാണണ്ട. അയാളൊക്കെ കൂട്ടുനിന്നാണ് ഇവിടെ പ്രതികളെ അകത്തിടാനും ചതയ്ക്കാനും ഒക്കെ. അതുകൊണ്ട് ഞാൻ ഇറങ്ങിപ്പോവാണ്. പിന്നെ ഇത്രയും വെയിലായതുകൊണ്ട് തന്നെ ഗോപ്രോ ശരിക്കും ചൂടാവുന്നുണ്ട്, ഭയങ്കരമായിട്ട് ഹോട്ടാവുന്നുണ്ട്. അത് മിക്കവാറും അതും പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അയ്യോ, അടുത്ത സ്ഥലത്ത് പോയിട്ട് നമുക്കിനി ബാക്കി സംസാരിക്കാം. ഗൈസ്, നമ്മൾ മുമ്പ് കയറിയത് അവിടുന്ന് ഞാനിപ്പോൾ ഇറങ്ങി വന്നപ്പോഴാണ് കണ്ടത്. ഇതുണ്ടോ അതുകൊണ്ട് അതൊരു മറ്റേ എന്താ പറയുക, മറ്റേ കുളിക്കടമൊക്കെ ഇല്ലേ, ആ സാധനമായിരുന്നു. അപ്പോൾ ഇവിടുന്ന് ഉരുട്ടി വിടുമായിരുന്നു ആൾക്കാർ. ശിക്ഷ ചെയ്യുന്നവരൊക്കെ ഇവിടുന്ന് ഉരുട്ടി വെള്ളത്തിലിടുമായിരുന്നു. ഇവിടെ മുതലകളുണ്ടായിരുന്നു, മുതലകൾ. ആ മുതലമ്മ എല്ലാം കൂടെ വന്ന് അതിനെ കടിച്ച് കീറുമായിരുന്നു അവർ. അത്രയ്ക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള നീചനായിട്ടുള്ള രാജാവായിരുന്നു ഇത് ഭരിച്ചിരുന്നത്. അപ്പോൾ ഗൈസ്, ഇതിൻ്റെ എല്ലാ സൈഡും ഏകദേശം ഇതുപോലൊക്കെ ഉള്ളു കാണാൻ. ഞാൻ മുമ്പ് കാണിച്ചില്ലേ, ഇനിയും ഇതുപോലൊക്കെയുള്ള സാധനങ്ങൾ ഞാൻ കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ നികൃഷ്ടമായ രാജാവിൻ്റെ പരിഷ്കാരമായ പല വിധിമുറകളും നിങ്ങൾക്ക് കാണേണ്ടി വരും. അപ്പം ആ പൈശാചികമായ ദ്വന്ദ്വത്വത്തെ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നതിനോട് ഞാൻ ഒരുപാട് താല്പര്യപ്പെടുന്നില്ല. നമ്മൾ വയലൻസിനോട് ബൈ പറയുക, സൈലൻസിനോട് ഹായ് പറയുക. സൈലൻസിനോടൊന്നും പറയണ്ട, ഉണ്ടായിരുന്നു കളിയായില്ലേ. സാരമില്ല. അതൊക്കെ കണ്ടില്ലേ, അതൊക്കെ ശവകുടീരങ്ങളായിരുന്നു. ഈ മരിച്ചവരെ ഇട്ട് കത്തിക്കുന്ന സ്ഥലങ്ങളായിരുന്നു. എന്തിനാണ് ഇത്രയും ചെയ്ത് കൂട്ടിയത് രാജൻ? ഗായ്സ്, ഒന്നും ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. എന്നിലെ യാത്രികനും നിങ്ങളുടെ ശ്രോതാവും നമ്മുടെ യാത്രകളും ഒന്നും ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. നമ്മൾ ഇനിയും കാണും മറ്റൊരു യാത്രയിൽ മറ്റൊരു സ്ഥലവുമായി. അതുവരെ ബൈ. ഗൈസ്, ഞാനിവിടെ അടുത്ത് വിശ്രമിക്കാൻ വന്നിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് ആളുകളുണ്ട്, കണ്ടില്ല. ഞാൻ ഈ ഒരു സെറ്റപ്പിലാണ് ഞാനിവിടെ വന്ന് ഇത്രയും വേർത്ത് കുളിച്ച് ഇത്രയും ചൂടത്ത് ഈ ഹെൽമെറ്റും എല്ലാം വെച്ച് നിങ്ങൾക്ക് വേണ്ടി ഈ വീഡിയോ എത്തിക്കുന്നത്. ഗൈസ്, വേറൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല. ഞാനൊരു വീഡിയോ പോലും നിങ്ങളോട് പറഞ്ഞിട്ടില്ല എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന്. നിങ്ങൾ കാണുക, ഇഷ്ടപ്പെടുക, അതിലെ എക്സ്പീരിയൻസ് എന്നോട് ഷെയർ ചെയ്യുക, അതുമാത്രം മതി ഗൈസ്. അപ്പോൾ അവസാനമായിട്ട് എൻ്റെ കൺക്ലൂഷൻ ഞാനൊന്ന് മാറ്റി പിടിക്കുകയാണ്. അപ്പോൾ ഗൈസ്, എന്നിലെ യാത്രയിലും നിങ്ങളുടെ ശ്രോതാവും നമ്മുടെ യാത്രകളും ഒന്നും ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. മറ്റൊരു സ്ഥലത്ത് നമുക്ക് ഇനിയും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.